നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ നാളെയാണ് എൽ ക്ലാസിക്കോ പോരാട്ടം. റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയുടെ മൈതാനമായ ക്യാമ്പ് നൗവിൽ വെച്ച് നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഏറ്റുമുട്ടുകയാണ്. നിലവിൽ 34 കളി 88 പോയിന്റ് ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന ബാഴ്സ, 34 കളി 77 പോയിന്റ് രണ്ടാം സ്ഥാനത്താണ് റയൽ. കളിയിൽ റയലിനെ തോൽപ്പിച്ചാൽ ബാഴ്സയ്ക്ക് കിരീടം സ്വന്തമാക്കാനും പറ്റും. ഈ ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അവിടെ അടിവരെ പൊട്ടി. അപ്പോൾ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആൽവാരോ ആർബിലോയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അതിൻ്റെ മറുപടിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്ലിക്കിനോടും സ്വാഭാവികമായിട്ട് ആ ചോദ്യം വന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം, റയൽ മാഡ്രിഡിൻ്റെ വിജയമില്ലായ്മക്ക്, ഈ സീസണിലെ പരാജയപ്പെടലിന്, തകരലിന് കാരണം ഈഗോയല്ലേ, താരങ്ങൾ തമ്മിലുള്ള ഈഗോയല്ലേ പ്രശ്നം? ഫ്ലിക്കിൻ്റെ മറുപടി ഒന്ന് കേൾക്കണം. ഫ്ലിക്കിനോട് റയലിലെ ഫൈറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. റയൽ മാഡ്രിഡിൽ മാത്രമല്ല ഇത്തരം അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ശരിയാണ്, എനിക്ക് ചെറിയ അത്ഭുതമൊക്കെയുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അത്ര കെയർ ചെയ്യുന്നില്ല, കാരണം റയൽ എൻ്റെ ടീമല്ല. പിന്നെ ഈ ചോദ്യമുണ്ടല്ലോ, റയൽ മാഡ്രിഡ് ഇപ്പോൾ ഈഗോയാണോ അവരുടെ പ്രശ്നം എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം, അത് അനലൈസ് ചെയ്യാം. കാരണം അത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്കത് ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റൂല. അതെൻ്റെ ജോബല്ല. ഞാൻ റയൽ മാഡ്രിഡിനെ കുറിച്ച് അധികം സംസാരിക്കാനില്ല. അവർ തീർച്ചയായിട്ടും അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. അതിനെക്കുറിച്ച് സംസാരിക്കാൻ മറ്റാളുകളുണ്ടാവും. പക്ഷേ ഈഗോ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ യെസ് എന്ന് ഞാൻ പറയും. എല്ലായ്പ്പോഴും ടീമിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഞാൻ എന്നുള്ളതിനല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈഗോ, ദി മാറ്റർ ഈസ് ഇൻ അബൌട്ട് ദി ഈഗോ. പക്ഷേ എല്ലായ്പ്പോഴും ടീം എന്നുള്ളതിന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എല്ലാം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാം പോസിറ്റീവായിട്ട് ടീം ബെനിഫിറ്റിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അതേ എനിക്കിപ്പോൾ ഇതിന് പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞത് ഈഗോ തന്നെയാണ് പ്രശ്നമെന്നാണ്. പക്ഷേ അത് ടീം വേറെ ആയതുകൊണ്ട് അങ്ങ് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീം സ്പിരിറ്റിന് പ്രാധാന്യം കൊടുക്കണം. എന്നുള്ളതല്ല, എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ